G7 സമ്മിറ്റ് 2024 G7 സമ്മിറ്റ് 2024 2024 ആതിഥേയ രാജ്യം ഇറ്റലി. 2024 ആതിഥേയ രാജ്യമാണ് ഇറ്റലി. എഡീഷൻ 50ാമത്തെ എഡീഷനാണ് 2024 ഇറ്റലിയിൽ വെച്ച് നടന്ന G7 സമ്മിറ്റ്. അധ്യക്ഷ ജോർജിയ മെലനി. ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററായ ജോർജിയ മെലനി ആയിരുന്നു G7 സമ്മിറ്റിൻ്റെ 2024 ഇറ്റലിയിൽ വെച്ച് നടന്ന G7 സമ്മിറ്റിൻ്റെ അധ്യക്ഷ. ആദ്യമായി G7 സമ്മിറ്റ് നടന്നത് ഫ്രാൻസിലെ പാരീസിലാണ് ആദ്യമായി G7 സമ്മിറ്റ് നടന്നത്. 1975 ആദ്യമായി G7 സമ്മിറ്റ് നടന്നത് ഫ്രാൻസിലെ പാരീസിലാണ് 1975. G7 രാജ്യങ്ങളുടെ കൂട്ടായ്മ നിലവിൽ വന്നത് 1975 ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളുടെ സംഘടനയാണ് G7. ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളാണ് ഇതിൽ അംഗത്വമുള്ളത്. 7 രാജ്യങ്ങൾക്കാണ് ഇതിൽ അംഗത്വമുള്ളത്. ആ രാജ്യങ്ങളാണ് ഈ 7 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനുമാണ് G7-ൽ അംഗത്വമുള്ളത്. ഈ രാജ്യങ്ങളുടെ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ കാര്യങ്ങളാണ് G7 ഉച്ചകോടിയിൽ ചർച്ച ചെയ്യുന്നത്. G7 രാജ്യങ്ങളുടെ കൂട്ടായ്മ നിലവിൽ വന്നത് 1975 ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G7. അംഗങ്ങൾ 7 രാജ്യങ്ങൾ പ്ലസ് യൂറോപ്യൻ യൂണിയനും ഉൾക്കൊള്ളുന്നതാണ് G7 ഉച്ചകോടി. ഇനി G7-ലെ രാജ്യങ്ങളെ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം? ഇതിനൊരു കോഡുണ്ട്. ജ്യൂസ് വിത്ത് ഗേൾഫ്രണ്ട്. J ഫോർ ജപ്പാൻ, U ഫോർ USA, I for Italy, C for Canada, E for England, G for Germany, F for France. ജ്യൂസ് വിത്ത് ഗേൾഫ്രണ്ട്. ഈ കോഡ് ഓർമ്മിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ എല്ലാ രാജ്യങ്ങളുടെയും പേര് ഓർമ്മിച്ച് വയ്ക്കാൻ സാധിക്കും. ജ്യൂസ് വിത്ത് ഗേൾഫ്രണ്ട്. G7 അംഗമായ ഏക ഏഷ്യൻ രാജ്യം. G7-ൽ അംഗമായിട്ടുള്ള ഏക ഏഷ്യൻ രാജ്യം ജപ്പാനാണ്. G7-ൽ അംഗമായിട്ടുള്ള ഏക ഏഷ്യൻ രാജ്യം ജപ്പാനാണ്. 12 രാജ്യങ്ങളുടെ പ്രതിനിധികളും 5 ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസും 2024 നടന്ന G7 സമ്മിറ്റിൽ പങ്കെടുത്തു. ഇറ്റലിയിൽ വെച്ചാണ് 2024 G7 സമ്മിറ്റ് നടന്നത്. 2023 G7 സമ്മിറ്റ് നടന്നത് ജപ്പാനിലെ ഹിരോഷിമയിലാണ്. 2023 G7 സമ്മിറ്റ് നടന്നത്. 2024 G7 സമ്മിറ്റ് നടന്നത് ഇറ്റലിയിലെ അപ്പൂലിയ എന്ന സ്ഥലത്താണ്. 2025 G7 സമ്മിറ്റ് നടക്കാനിരിക്കുന്നത് കാനഡയിലാണ് G7 സമ്മിറ്റ് നടക്കാനിരിക്കുന്നത്. 2025 2023 ജപ്പാനിലെ ഹിരോഷിമയിൽ, 2024 ഇറ്റലിയിലെ അപ്പൂലിയയിൽ, 2025 കാനഡയിലാണ് നടക്കാനിരിക്കുന്നത്. G7 രാജ്യങ്ങളുടെ ഒരു ഹിസ്റ്ററിയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായി രൂപം കൊണ്ടത് G6 എന്ന 6 രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പാണ്. G6 എന്ന 6 രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് ആദ്യമായി 1975 രൂപം കൊണ്ടത്. 1976 കാനഡ ഒരു 7ാമത്തെ മെമ്പറായി വന്നു. അതോടുകൂടി ഗ്രൂപ്പ് G7 എന്നറിയപ്പെട്ടു. കാനഡയാണ് 7ാമത്തെ മെമ്പറായി വന്നത്. 1997 നടന്ന ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് ബോറിസ് എൽസിൻ പങ്കെടുത്തതോടുകൂടി G7 എന്നത് G8 ആയി മാറി. റഷ്യ പങ്കെടുത്തതോടുകൂടി അതൊരു G8 എന്ന് പറഞ്ഞ സംഘടനയായി മാറുകയാണ് ഉണ്ടായത്. റഷ്യ G7 അംഗമായ വർഷം 1998. റഷ്യ G7 അംഗമായ വർഷം 1998. റഷ്യയെ G8 എന്ന സംഘടനയിൽ നിന്നും പുറത്താക്കിയത് 2014. ഉക്രൈൻ അധിനിവേശത്തെ തുടർന്നാണ് റഷ്യയെ G8-ൽ നിന്നും പുറത്താക്കുന്നത്. അടുത്തതായി G7 ഉച്ചകോടി 2024 ചർച്ച ചെയ്ത വിഷയങ്ങളാണ്: റഷ്യ ഉക്രൈൻ സംഘർഷം, മിഡിൽ ഈസ്റ്റ് പ്രശ്നങ്ങൾ, കാലാവസ്ഥയും ഊർജ്ജ ബന്ധങ്ങളും, കുടിയേറ്റം, ഭക്ഷ്യസുരക്ഷ,
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ധാർമ്മിക ഉപയോഗം എന്നീ 6 കാര്യങ്ങളാണ് G7 ഉച്ചകോടിയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. റഷ്യ ഉക്രൈൻ സംഘർഷം, മിഡിൽ ഈസ്റ്റ് പ്രശ്നങ്ങൾ, കാലാവസ്ഥയും ഊർജ്ജബന്ധങ്ങളും, കുടിയേറ്റം, ഭക്ഷ്യസുരക്ഷ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ധാർമ്മിക ഉപയോഗം എന്നീ കാര്യങ്ങളാണ് G7 ഉച്ചകോടിയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. അടുത്തതായി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 2024 G7 സമ്മിറ്റ് നടന്നത് എവിടെയാണ്? 2024 G7 സമ്മിറ്റ് നടക്കുന്നത് ഇറ്റലിയിലാണ്. 50ാമത്തെ G7 സമ്മിറ്റാണ് ഇറ്റലിയിൽ വെച്ച് നടന്നത്. ഇറ്റലിയിലെ അപ്പൂലിയ എന്ന സ്ഥലത്ത് വെച്ചാണ് G7 സമ്മിറ്റ് നടന്നത്. അതിൻ്റെ അധ്യക്ഷ ജോർജ് മെലണിയാണ്. ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററായ ജോർജ് മെലണിയാണ് അധ്യക്ഷത വഹിച്ചത്. ആൻസർ ഇറ്റലിയാണ്. 2024 G7 സമ്മിറ്റ് നടന്നത് ഇറ്റലിയിലാണ്. 2024 G7 സമ്മിറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം. 2024 G7 സമ്മിറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 12 രാജ്യങ്ങളാണ് G7 സമ്മിറ്റിൽ പങ്കെടുത്തത്. 2024 G7 സമ്മിറ്റ് അധ്യക്ഷൻ ആരായിരുന്നു? 2024 G7 സമ്മിറ്റ് അധ്യക്ഷൻ ആരായിരുന്നു? 2024 ആതിഥേയ രാജ്യം ഇറ്റലിയായിരുന്നു. ഇറ്റലിയിലെ പ്രൈം മിനിസ്റ്ററായ ജോർജിയ മെലനി ആയിരുന്നു അധ്യക്ഷ പദം വഹിച്ചിരുന്നത് ജോർജിയ മെലനി, ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ. 2024 G7 സമ്മിറ്റിൻ്റെ അധ്യക്ഷ ജോർജിയ മെലനി ആയിരുന്നു. ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററായ ജോർജിയ മെലനി. ഭാരതത്തിലെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എത്രാമത്തെ തവണയാണ് G7 പ്രതിനിധിയായി പോകുന്നത്? 5ാമത്തെ തവണയാണ് ഭാരതത്തിലെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി G7 പങ്കെടുക്കുന്നത്. വർഷമാണ് G7 സമ്മിറ്റിൽ കാനഡ അംഗമാകുന്നത്? ഏത് വർഷമാണ് G7 സമ്മിറ്റിൽ കാനഡ അംഗമാകുന്നത്? ആദ്യമായി രൂപം കൊണ്ടത് G6 എന്ന 6 രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പാണ്. 1976 കാനഡ ഒരു 7ാമത്തെ മെമ്പറായി വന്നു. അതോടുകൂടി ഗ്രൂപ്പ് G7 എന്നറിയപ്പെട്ടു. 1976 കാനഡ 7ാമത്തെ മെമ്പറായി കടന്നു വന്നത്. അതോടുകൂടി ഈ ഗ്രൂപ്പ് G7 എന്നാണ് അറിയപ്പെട്ടത്. 2023 G7 സമ്മിറ്റ് നടന്നത് എവിടെയാണ്? 2023 G7 സമ്മിറ്റ് നടന്നത് എവിടെയാണ്? ബെർലിൻ, ന്യൂയോർക്ക്, ഹിരോഷിമ, ബാലി. 2023 G7 സമ്മിറ്റ് നടന്നത് ജപ്പാനിലെ ഹിരോഷിമയിലാണ്. G7 സമ്മിറ്റ് നടന്നത് 2023 ജപ്പാനിലെ ഹിരോഷിമയിൽ. 2024 അത് ഇറ്റലിയിലെ അപ്പൂലിയ എന്ന സ്ഥലത്താണ്. 2025 G7 സമ്മിറ്റ് നടക്കാനിരിക്കുന്നത് കാനഡയിലാണ്. ആൻസർ ഹിരോഷിമയിലാണ് 2023 G7 സമ്മിറ്റ് നടന്നത്. ആദ്യത്തെ G7 സമ്മിറ്റ് ഏത് രാജ്യത്ത് വച്ചായിരുന്നു? ന്യൂയോർക്ക്, പാരീസ്, ബെർലിൻ, റോം. ആദ്യമായി G7 സമ്മിറ്റ് നടന്നത് ഫ്രാൻസിൽ വെച്ചായിരുന്നു. 1975 ഫ്രാൻസിലായിരുന്നു ആദ്യമായി G7 സമ്മിറ്റ് നടന്നത്. ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിൽ വെച്ചായിരുന്നു G7 സമ്മിറ്റ് നടന്നത്. 1975 നടന്നത്. പാരീസ്. ഏതു വർഷമാണ് റഷ്യ G7 അംഗമായത്? 1998, 2000, 2005, 1970. ഏതു വർഷമാണ് റഷ്യ G7 അംഗമായത്? 1997 നടന്ന ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് ബോറിസ് എൽസിൻ പങ്കെടുത്തതോടുകൂടി G7 എന്ന സംഘടന G8 ആയി മാറി. റഷ്യ G7 അംഗമായ വർഷം 1998. റഷ്യയെ G8 എന്ന സംഘടനയിൽ നിന്ന് പുറത്താക്കിയത് 2014. ഉക്രൈൻ അധിനിവേശത്തെ തുടർന്നാണ് റഷ്യ G8 നിന്നും പുറത്തായത്.
ഉക്രൈൻ അധിനിവേശം കൊണ്ടാണ് 2014 റഷ്യ G8 നിന്ന് പുറത്തായത്. സമ്മിറ്റ്, അതായത് G7 G8 എന്നുള്ളത് വീണ്ടും G7 ആയി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏത് വർഷമാണ് റഷ്യ G7 അംഗമായത്? 1998 റഷ്യ G7 അംഗമായത്. 2014 G7 നിന്ന് പുറത്താക്കപ്പെട്ടു. അപ്പോൾ G8 ആയി മാറിയിരുന്നു. പക്ഷെ പുറത്താക്കിയതോടുകൂടി അത് പിന്നെയും G7 എന്ന പേരിലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത്. എത്രാമത്തെ സമ്മേളനമാണ് 2024 G7 സമ്മിറ്റ്? 49, 48, 50, 51. എത്രാമത്തെ സമ്മേളനമാണ് 2024 G7 സമ്മിറ്റ്? 50ാമത്തെ എഡീഷനാണ് 2024 G7 സമ്മിറ്റ്. ആതിഥേയ രാജ്യം ഇറ്റലിയായിരുന്നു അധ്യക്ഷ. ജോർജിയ മെലണി ആയിരുന്നു ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററായ ജോർജിയ മെലണി ആയിരുന്നു അധ്യക്ഷ. ആദ്യമായും G7 സമ്മിറ്റ് നടന്നത് ഫ്രാൻസിലെ പാരീസിലാണ് 1975. 2024 ആകുമ്പോൾ 50 വർഷം തികച്ചിരിക്കുന്നു. 50ാമത്തെ തവണയാണ് G7 സമ്മിറ്റ്. അധ്യക്ഷ ജോർജിയ മെലനി, ആതിഥേയ രാജ്യം ഇറ്റലി. 50ാമത്തെ സമ്മേളനമാണ് ഇറ്റലിയിൽ വെച്ച് നടന്നത്.